ഹായ് 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 നമ്മുടെ എക്സാമിന് 100% ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ചെയ്യാം കേട്ടോ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പകുതിയിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉത്തരം പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. എന്തായാലും ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റെക്ടാങ്കിൾ തന്നിട്ടുണ്ടല്ലേ. ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ ആണ്. ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്. ലെങ്ത് എത്രയാണ്? 8. ബ്രെഡ്ത്ത് എത്രയാണ്? 2. അപ്പോൾ ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ എത്രയാണ്? 8:2 എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റേഷ്യോ എപ്പോഴും സിംപ്ലിഫൈ ചെയ്ത് പറയണം. ഇത് ചെറിയ രൂപത്തിലാക്കി പറയണം. അപ്പോഴേ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. 8:2നെ നമുക്ക് ചെറുതാക്കാൻ വേണ്ടി കഴിയും. ചെറുതാക്കുക എങ്ങനെയാണ്? ഒരു നമ്പറിനെ, ഒരു റേഷ്യോനെ എങ്ങനെ ചെറുതാക്കുക? രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 8നെയും 2നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുമോ? 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയൂല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടല്ലേ ചെറുതാക്കേണ്ടതെന്ന്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുമോ? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അല്ലെ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പുറത്തുള്ള നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അല്ലെ റിമൈൻഡർ വരും, അല്ലെങ്കിൽ പോയിന്റ് വരും. അല്ലേ, ഇപ്പോൾ രണ്ട് സൈഡിലും റിമൈൻഡർ ഇല്ലാതെ പോയിന്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഒരു സൈഡിൽ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതേ നമ്പർ കൊണ്ട് അപ്പുറത്തും ഡിവൈഡ് ചെയ്യണം. രണ്ട് സൈഡിലും ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡറോ പോയിന്റോ ഒന്നും വരാൻ വേണ്ടി പാടില്ല. കാരണം ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, നമുക്ക് മനസ്സിലായി അല്ലേ. ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയും, അപ്പുറത്ത് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 4 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക? അപ്പോൾ വേറെ ഏത് നമ്പറാണ് ഉള്ളത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുമോ? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയും. പുറത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പുറത്തും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുമോ? കഴിയും. അല്ല, ഇപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ നമുക്ക് കിട്ടി. ഏതാണ്? 2 ആണ്. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 4:1 എന്നുള്ള രൂപത്തിലോട്ട് ഈ റേഷ്യോ ചെറുതായി. ഇത്രേ ഉള്ളൂ. ഇനി 4:1നെ വീണ്ടും ചെറുതാക്കാൻ വേണ്ടി കഴിയൂല. അപ്പോൾ ഈ ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ഒരു ഹാർട്ടിന് ഇമോജി ഇടുക. കൂടെ ആൻസറും കൂടെ നിങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ അടിക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് A ഗ്രേഡ് നേടിത്തരുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കൃത്യം ലൈവിലോട്ട് എത്തുക. നമുക്ക് എന്തായാലും ഈ ലൈവിൽ കാണാം കേട്ടോ. ബൈ ബൈ.